ഗുഡ് മോർണിംഗ് ടു എവറി വൺ. എല്ലാവർക്കും നമ്മുടെ ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വേർഡ്സുകൾ പഠിച്ചു അല്ലേ? ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇതൊക്കെ അറിയാവുന്ന വേർഡ്സുകളാണെങ്കിലും പലർക്കും സംശയമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് അടിക്കാതെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കാണുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഒന്നാമത്തെ വേർഡാണ് എവ്രി വൺ. എന്താണ് എവ്രി വൺ? എവ്രി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. എവ്രി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നാണ്. അപ്പം ഞാൻ പറയാണ് ഐ നോ എവ്രി വൺ. ഐ നോ എവ്രി വൺ. എനിക്ക് എല്ലാവരെയും അറിയാം. എനിക്ക് എല്ലാവരെയും അറിയാം. ഇനി അടുത്താണ് എവ്രി വൺ എൽസ്. എവ്രി വൺ എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ എന്ന് പറയുന്ന ഒരു വേർഡ് എക്സ്ട്രാ വരുന്നുണ്ട്. വേറെ എല്ലാവരെയും, വേറെ എല്ലാവരെയും. നിങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും എനിക്കറിയാം. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങളൊരു കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ കല്യാണത്തിന് പോയിട്ട് നമ്മുടെ കല്യാണ ചെറുക്കനെ കാണുകയാണ്. കല്യാണ ചെറുക്കനോട് നിങ്ങൾ ചോദിക്കുകയാണ്, ഹലോ, അല്ല നിങ്ങൾക്ക് എന്നെ അറിയുമോ? നിങ്ങൾക്ക് എന്നെ അറിയുമോ? അപ്പോൾ കല്യാണ ചെറുക്കൻ നിങ്ങളോട് പറയാണ്, അതെ, വേറെ എല്ലാവരെയും എനിക്കറിയാം, പക്ഷേ എനിക്ക് നിങ്ങളറിയില്ല. അങ്ങനെ ഐ നോ എവ്രി വൺ എൽസ്. ഐ നോ എവ്രി വൺ എൽസ്. ബാക്കിയുള്ള എല്ലാവരെയും എനിക്കറിയാം, ബട്ട് നോട്ട് യു. പക്ഷേ നിങ്ങളെ എനിക്കറിയില്ല. ആരാ ഉണ്ടോ? അപ്പോൾ ബാക്കിയുള്ള എല്ലാവരെയും എന്ന് പറയണമെങ്കിൽ എവ്രി വൺ എന്ന് പറഞ്ഞാൽ പോരാ, അവിടെ എവ്രി വൺ എൽസ് എന്ന് പറയേണ്ടി വരും. ഉണ്ടോ? എവ്രി വൺ എൽസ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് എവ്രി വൺ അതുപോലെ എവ്രി വൺ എൽസ്, ഈ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഓക്കെ, എവ്രി വൺ എൽസ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും, ബാക്കിയുള്ള എല്ലാവരെയും. എവ്രി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, അത് എല്ലാവരും പെട്ടു. പക്ഷേ എവ്രി വൺ എൽസ് പറഞ്ഞാൽ എല്ലാവരും പെടില്ല. അതിൽ ഒന്നോ രണ്ടോ ആളുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും. ഇതിനർത്ഥം തന്നെയാണ് ഈ എവ്രി വൺ എൽസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥമാണ് വേറെ എല്ലാവരെയും, അല്ലെങ്കിൽ ബാക്കി എല്ലാവരെയും എനിക്കറിയാം, പക്ഷെ എനിക്ക് നിങ്ങളറിയില്ല. ഇനി നമ്മുടെ രണ്ടാമത്തെ വേർഡാണ് എന്ത്? സംവൺ. സംവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ എന്നാണ്. സംവൺ എന്ന് പറഞ്ഞാൽ ആരോ. സംവൺ എൽസ് പറഞ്ഞാലോ വേറെ ആരോ എന്നാണ്. എന്താണ് വേറെ ആരോ? അപ്പൊ ഞാൻ പറയാണ് ഉദാഹരണം, സംവൺ ഹാസ് കം ഹിയർ. നമ്മൾ നമ്മുടെ മമ്മിയോട് പറയാണ്, മമ്മി ആരോ വന്നിട്ടുണ്ട്, ഇവിടെ ആരോ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. സംവൺ ഹാസ് കം ഹിയർ. മമ്മി, സംവൺ ഹാസ് കം ഹിയർ. ഇവിടെ ആരോ വന്നിട്ടുണ്ട്. അപ്പൊ മമ്മി ചോദിക്കാണ്, വന്നത് അവൻ തന്നെയാണോ? വന്നത് അവൻ തന്നെയാണോ? അപ്പൊ നിങ്ങൾ പറയാണ് എന്ത്? സംവൺ എൽസ്. അവനല്ല, ഇത് വേറെ ആരോ ആണ് വന്നത്. അവനല്ല, ഇത് വേറെ ആരോ ആണ് വന്നത്. അപ്പൊ വേറെ ആരോ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് സംവൺ ഉപയോഗിച്ച പോരാ, അവിടെ സംവൺ എൽസ് എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ സംവൺ എൽസ്, വേറെ ആരോ ആണ്. ഹാസ് കം ഹിയർ, വേറെ ആരോ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, നിങ്ങൾ പാർക്കിൽ വെച്ച് കണ്ടത് അവനെ തന്നെയാണോ? നിങ്ങൾ പാർക്കിൽ വെച്ച് കണ്ടത് അവനെ തന്നെയാണോ? അപ്പൊ നിങ്ങൾ പറയാണ്, ഹേയ്, ഞാൻ കണ്ടത് അവനല്ല, ഞാൻ വേറെ ആരോ ആണ് കണ്ടത്. ഞാൻ വേറെ ആരോയാണ് കണ്ടത്. ഐ സോ സംവൺ എൽസ് എന്ന് പറയേണ്ടി വരും. എന്താണ് ഐ സോ? ഞാൻ കണ്ടു. ഐ സോ, ഞാൻ കണ്ടു. ആരെ? സംവൺ എന്ന് പറഞ്ഞ പോലെ അവിടെ സംവൺ എൽസ് തന്നെ പറയേണ്ടി വരും. കണ്ടോ? ഐ സോ, ഞാൻ കണ്ടു. സംവൺ എൽസ്, വേറെ ആരോ കണ്ടു. എവിടെ? ഇൻ ദ പാർക്ക്. പാർക്കിൽ ഞാൻ വേറെ ആരോ ആണ് കണ്ടത്. ഓക്കെ, ഐ സോ സംവൺ എൽസ് ഇൻ ദ പാർക്ക്. ഞാൻ പാർക്കിൽ ആരോ കണ്ടു. ഞാൻ പാർക്കിൽ ആരോ കണ്ടുവാണെങ്കിലോ ഐ സോ സംവൺ ഇൻ ദ പാർക്ക് പറഞ്ഞാൽ മതി അല്ലേ? ഐ സോ സംവൺ ഇൻ ദ പാർക്ക് സിമ്പിൾ പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ വേറെ ആരോ ആണ് കണ്ടത്, അവനല്ല കണ്ടത്. ഐ സോ സംവൺ എൽസ്. ഐ സോ സംവൺ എൽസ് ഇൻ ദ പാർക്ക് യെസ്റ്റർഡേ. അങ്ങനെ പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സംവൺ അതുപോലെ സംവൺ എൽസ്, ഈ രണ്ട് വേർഡിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ, അർത്ഥങ്ങളുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ വേർഡാണ് എനിവൺ. സംവൺ സാധാരണയായിട്ട് നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസിലാണ് യൂസ് ചെയ്യാറ്. എന്താണ്? സംവൺ എപ്പോഴും നമ്മൾ ഒരു പോസിറ്റീവ് സെൻറ്റൻസിലാണ് യൂസ് ചെയ്യാറ്. പക്ഷേ നെഗറ്റീവ് ആകുമ്പോൾ അവിടെ സംവൺ എഴുതാൻ പാടില്ല. ഞാൻ പറയാം, ഞാൻ ഉദാഹരണം പറയാണ്, ഐ സോ സംവൺ. ഐ സോ സംവൺ. ഓക്കെ, ഐ സോ സംവൺ. ഇനി എനിക്ക് ഇതിൻ്റെ നെഗറ്റീവ് എഴുതണം. എനിക്കിതിൻ്റെ നെഗറ്റീവ് എഴുതണം. എങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം ഐ ഡിഡിൻറ്റ്. സിമ്പിൾ പാസ്റ്റ് ആട്ടോ. ഐ ഡിഡിൻറ്റ് സി ആണ് വരിക, കാരണം ഡിഡിൻ്റെ കൂടെ ഫസ്റ്റ് ഫോം ആട്ടോ. ഐ ഡിഡിൻറ്റ് സി. ഐ ഡിഡിൻറ്റ്
സി. ഇനി ഇവിടെ സംവൺ എഴുതാൻ പറ്റില്ല. സംവൺ എഴുതി കഴിഞ്ഞാൽ പിന്നെ തെറ്റാണ്. എന്താണെന്നറിയോ? കാരണം ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ സംവൺ എന്ന് പറയുന്നതിന് പകരം ആരോ അല്ലെങ്കിൽ ആരെങ്കിലും, സംവൺ എന്ന് പറയുന്നതിന് പകരം അവിടെ എനിവൺ ഉപയോഗിക്കേണ്ടി വരും. എനിവൺ. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. എന്താ? സംവൺ നമ്മൾ യൂസ് ചെയ്യും പോസിറ്റീവ് സെൻറ്റൻസിൽ, അതുപോലെ എനിവൺ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എവിടെയാണ്? നെഗറ്റീവ് സെൻറ്റൻസിലാണ്, അല്ലേ? ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി. ഇനി ഇവിടെ എന്താ നോക്കേണ്ടത്? എനിവൺ ഉണ്ട്, അതുപോലെ എനിവൺ എൽസ്. എനിവൺ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും, ആരോ അല്ലെങ്കിൽ ആരെങ്കിലും. എനിവൺ എൽസ് എന്ന് പറഞ്ഞാലോ വേറെ ആരെങ്കിലും എന്നാണ്. അപ്പോൾ ഞാൻ പറയാണ്, ഒരു എക്സാമ്പിൾ പറയാം, ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ 5 പേരുണ്ട്. ഓക്കെ, നിങ്ങൾ 5 പേരാണ്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ആരെങ്കിലും എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഈ 5 പേരിൽ ആരെങ്കിലും എൻ്റെ കൂടെ വരുന്നുണ്ടോ? അപ്പോൾ 2 പേര് വന്നു. എന്താണ്? 2 പേര് വന്നു. അപ്പോൾ ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇനി 3 പേരുള്ളത്. ഇനി ചോദിക്കുകയാണ്, ഇനി വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? ഇവിടെ വേറെ ആരെങ്കിലും എന്ന് പറയണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കേണ്ടി വരും? ഉണ്ടോ? എനിവൺ എൽസ് ഉപയോഗിക്കേണ്ടി വരും. എനിവൺ എൽസ്. അപ്പോൾ ഞാൻ പറയാണ്, ഈസ് എനിവൺ, നിങ്ങൾ 5 പേരുണ്ട്, ഞാൻ പറയാണ്, ഈസ് എനിവൺ കമ്മിങ് വിത്ത് മീ? ഈസ് എനിവൺ കമ്മിങ് വിത്ത് മീ? എൻ്റെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടോ? അപ്പോൾ 2 പേര് വന്നു. ഇനി ഞാൻ ചോദിക്കും, ബാക്കിയുള്ള 3 പേരോട് ഞാൻ ചോദിക്കും, ഇനി വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? ഇനി വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? അപ്പോൾ വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ട് നമുക്ക് എനിവൺ എൽസ് ഉപയോഗിക്കേണ്ടി വരണോ? എൽസ് ഉപയോഗിക്കേണ്ടി വരും. എനിവൺ എൽസ്. എനിവൺ എൽസ് ഇസ് കമ്മിങ്. എനിവൺ എൽസ് ഇസ് കമ്മിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഉദാഹരണം നോക്കാം. ഐ ഡിഡൻറ്റ് സീ എനിവൺ ഇൻ ദ പാർക്ക്. ഞാൻ പാർക്കിൽ ആരെയും കണ്ടിട്ടില്ല. ഐ ഡിഡൻറ്റ് സീ എനിവൺ ഇൻ ദ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാർക്കിൽ ആരെയും കണ്ടിട്ടില്ല എന്നായി. ആരും കണ്ടില്ല. ഇനി അടുത്താണ് എനിവൺ എൽസ് എന്ന് പറഞ്ഞാലോ വേറെ ആരെങ്കിലും. ഐ ഡിഡൻറ്റ് സീ എനിവൺ എൽസ്. ഐ ഡിഡൻറ്റ് സീ എനിവൺ എൽസ് ഇൻ ദ പാർക്ക്. ഞാൻ വേറെ ആരെയും പാർക്കിൽ കണ്ടിട്ടില്ല, നിങ്ങൾ ഒഴികെ. നിങ്ങളെ മാത്രമേ ഞാൻ പാർക്കിൽ കണ്ടുള്ളൂ. ഇവിടെ എനിവൺ എൽസ്, ആരെങ്കിലും ഒരാളുണ്ട്, ബാക്കിയുള്ള വേറെ ആരെയും ഞാൻ കണ്ടില്ല, നിങ്ങൾ ഒഴികെ. അപ്പം നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇവിടെ എന്താണ്? റിസൾട്ട് 0 ആണ്. എന്ന് വെച്ചാൽ ആരെയും കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ അല്ല, ഇവിടെ വേറെ ആരെയും കണ്ടിട്ടില്ല, 1-2 ആളുകൾക്കൊഴികെ വേറെ ആരെയും കണ്ടിട്ടില്ല എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ എൽസ് എന്ന് പറയുന്ന എനിവൺ അതുപോലെ എനിവൺ എൽസ് രണ്ടിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. ഇനി നമുക്ക് ഈ എനിവൺ എന്ന് പറയുന്ന വേർഡിന് പകരം നെഗറ്റീവ് സെൻറ്റൻസ് എഴുതുമ്പോൾ എനിവൺ ഉപയോഗിക്കാറുണ്ട്. ഇതിന് പകരം നമുക്ക് നോ വൺ അതുപോലെ നോ വൺ എൽസ് ഉപയോഗിച്ചുകൊണ്ടും ഇതേ സെൻറ്റൻസിനെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാൻ കഴിയും. എങ്ങനെ? ഐ ഡിഡൻറ്റ് സീ എനിവൺ ഇൻ ദ പാർക്ക്. ഞാൻ പാർക്കിൽ ആരെയും കണ്ടിട്ടില്ല. ഈ ഒരു നെഗറ്റീവ് സെൻറ്റൻസിനെ മറ്റൊരു രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയും. അതാണ് എനിവണിന് പകരം നമുക്ക് നോ വൺ അല്ലെങ്കിൽ നോ വൺ എൽസ് ഉപയോഗിച്ച് പറയാം. അപ്പം ഞാൻ പറയാണ്, ഐ ഡിഡൻറ്റ് സീ എനിവൺ ഇൻ ദ പാർക്ക്. ഇതേ സെൻറ്റൻസിനെ ഞാൻ ഒരു മറ്റൊരു രീതിയിൽ എഴുതാൻ പോവുകയാണ്. കണ്ടോ? ഐ സോ നോ വൺ ഇൻ ദ പാർക്ക്. ഐ സോ നോ വൺ ഇൻ ദ പാർക്ക്. ഞാൻ ആരെയും പാർക്കിൽ കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് വ്യത്യാസം? ഐ ഡിഡൻറ്റ് സീ എനിവൺ. ഇത് നോർമലായിട്ടുള്ളൊരു നെഗറ്റീവാണ്. പക്ഷെ നമ്മൾ നോ വൺ ഉപയോഗിക്കുമ്പോൾ, എനിവൺ എന്ന് പറയുന്ന വീടിന് പകരം നോ വൺ ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടി സ്ട്രോങ് ആവും, ഡോസ് കൂടുകയാണ്, സ്ട്രോങ്ങോട് കൂടി പറയുവാണ്. ഓക്കെ, ഐ സോ നോ വൺ ഇൻ ദ പാർക്ക്. ഞാൻ ആരെയും പാർക്കിൽ കണ്ടിട്ടില്ല. ഇനി എനിക്ക് പറയണം നോ വൺ എൽസ്, വേറെ ആരെയും, നിങ്ങളല്ലാതെ ഞാൻ വേറെ ആരെയും പാർക്കിൽ കണ്ടിട്ടില്ല. അങ്ങനെ പറയണം. അങ്ങനെ പറയുമ്പോൾ എനിക്ക് പറയേണ്ടി വരും ഐ സോ നോ വൺ എൽസ്. ഐ സോ നോ വൺ എൽസ് ഇൻ ദ പാർക്ക്. ഞാൻ വേറെ ആരെയും പാർക്കിൽ കണ്ടിട്ടില്ല, നിങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സ് അയക്കുക. പിന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു എവരിവൺ.